ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ അന്ധനായ ഒരു വ്യക്തിയുടെ കണ്ണുകൾക്ക് വെട്ടം നൽകുന്നുണ്ട്. ഈശോയുടെ ഈ നല്ല പ്രവൃത്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടും അവിടെ ഒരുപാട് ഫരിസേയരും നിയമജ്ഞരുണ്ടായിരുന്നു. ഞാൻ ഈ സുവിശേഷത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോഴല്ലേ, ഈശോ ശരിക്കും തുറക്കേണ്ടത് അവരുടെ അകക്കണ്ണുകളായിരുന്നില്ലേ? സുവിശേഷത്തിൻ്റെ അവസാനം ഈശോ പറയുന്നുണ്ട്, കണ്ണില്ലാത്തവർക്ക് കാഴ്ച കിട്ടിയതും കണ്ണുള്ളവർക്ക് കാഴ്ച മങ്ങിയതുമായൊരു കാലമാണതെന്ന്. ശരിയല്ലേ? നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അവരെ കാണാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ തുറക്കേണ്ടത് നമ്മുടെ അകക്കണ്ണുകളാണ്. ഇങ്ങനത്തെ ഒരു സിനിമ ഡയലോഗുണ്ട്, സാറേ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. ഇന്നത്തെ കുട്ടികളെ ഒന്ന് എടുത്തു നോക്കിയാൽ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ ഈ ഡയലോഗ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. എൻ്റെ സാറേ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. ചുറ്റും നടക്കുന്ന ഒരു കാര്യങ്ങളും കാണാതെ ഫുൾ ടൈം നമ്മുടെ കുഞ്ഞുങ്ങൾ ഫോണിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയ്ക്കും അഡിക്റ്റാണ്. അപ്പോൾ ഇന്നിൻ്റെ ലോകത്തോട് ഈശോ പറയുന്നത് നിങ്ങളുടെ കണ്ണ് തുറക്കാനല്ല, മറിച്ച് നിങ്ങളുടെ അകക്കണ്ണുകൾ തുറക്കാനാണ്. ചുറ്റുമുള്ള ഒരുപാട് പേരെ കാണാൻ, ഒരുപാട് പേരെ മനസ്സിലാക്കാൻ, അവരെ നമ്മുടെ കൂടെ നിർത്താൻ. ഈ നോമ്പ് കാലത്ത് നമ്മൾ എടുക്കേണ്ട ഒരു പുണ്യം അതായിരിക്കട്ടെ. ചുറ്റുമുള്ളവരെ കാണാനും ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കട്ടെ. ആമേൻ.